പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം. വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. യോഹന്നാൻ കേട്ട 7 ഇടിനാദം എപ്പോഴറിയിക്കും? ഇനി കാലം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന സമയം. എത്രാമത്തെ ദൂതൻ? 7ാമത്തെ ദൂതൻ. അങ്ങനെ ഇന്ന് ഗോതമ്പിനെ കളപ്പരയിലേക്ക് ശേഖരിക്കുമ്പോൾ അവിടെ ബലവാനായ ദൂതൻ, അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഈ വ്യക്തിയിലൂടെ സംസാരിച്ചത്. അങ്ങനെ ഒരു എളിയ മനുഷ്യനിലൂടെ കർത്താവ് സംസാരിച്ചപ്പോഴാണ് ഈ സഭകൾ പഠിപ്പിക്കുന്നതെല്ലാം ബുദ്ധിയിലാണെന്ന് മനസ്സിലായത്. ഈ വെളിപ്പാട് കിട്ടിയവരാണ് അപ്പോസ്തലന്മാർ, അതാ ദൈവസഭ. അപ്പോൾ സകല സത്യത്തിൽ വഴി നടന്ന പരിശുദ്ധാത്മാവ്. ഇപ്പൊ 2 സഹോദരന്മാർ ബ്രദറിനെ സംസാരിച്ച 2 യേശു നമ്മ സഭ വിട്ട് ഏകദേശം 6 മാസത്തോളായി. ഡിസംബറോടുകൂടി അവർ വിട്ട, ഇന്ന് വരെ പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പ്രവാചകി ഈ വ്യക്തിയിലൂടെ കർത്താവ് സംസാരിച്ച സന്ദേശം അവർ കേട്ടപ്പോൾ അവർ തന്നെ തങ്ങളിൽ പറഞ്ഞു, കർത്താവെ, ഇത് അറിയാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ. അതുവരെയും 10-15 വർഷം, ചിലത് അവർ 20-23 വർഷം വരെ യേശു നാമ സഭയിൽ വന്നവരുണ്ട്. അവർ അന്ന് വരെ കേൾക്കാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ ഇവിടെ വന്നപ്പോൾ കേട്ടപ്പോഴാണ് അവരുടെ ആത്മാവിൽ ജീവൻ വെച്ചു തുടങ്ങിയത്. പിന്നെ ശരിയെന്ന് ബോധ്യപ്പെട്ടവർ തിരിച്ചു പോയില്ല. കാര്യം എന്താ? ഒരു നാമത്തിൽ അറിയപ്പെടുന്ന സഭ എന്നത് മാത്രം പോരാ, അവിടുത്തെ മന്ന, അതാണ് എന്റെ ആത്മാവിന്റെ ഭക്ഷണം. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ജീവമൊഴികളാണ് മറച്ചു വെച്ചത്. അത് ദുഷ്ടന്മാരൊന്നും ഗ്രഹിക്കുകയില്ല. അപ്പോൾ യോഹന്നാൻ കേട്ട 7 ഇടിനാദവും ദാനിയേൽ കണ്ട ദർശനവും ഉൽപ്പത്തിയിലുള്ളതും പണ്ട് ഭാഗമായി നമുക്ക് പഴയ നിയമം പറഞ്ഞതെല്ലാം ഗൂഢമായും മർമ്മമായും സംസാരിച്ചു. സുവിശേഷം സംസാരിച്ചത് ഉപമയായി സംസാരിച്ചു. അപ്പോസ്തലന്മാർ എങ്ങനെ സംസാരിച്ചു? വെളിപ്പെടുത്തിയിട്ടൊന്നുമല്ല. അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾ മർമ്മമായിട്ട് അത്രേ പ്രസ്താവിക്കുന്നത്. 2 കൊരിന്ത്യർ വായിച്ചു നോക്കുക. അപ്പോൾ അവിടെയും മർമ്മമായി സംസാരിച്ചിരിക്കുന്നതിനെ എല്ലാം വെളിപ്പെടുത്തി തരുന്നതിന് ദൈവം ഒരുവനെ എപ്പോഴെങ്കിലും, ഒരു സാധാ മനുഷ്യൻ, കാണാനൊരു ക്വാളിറ്റി ഇല്ല, വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല, വിവരം ഈ വചനത്തിലുള്ള ഒരു വിവരവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. കുറെ ബുദ്ധിയിലുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പഠിപ്പിച്ചപ്പോൾ ദൈവലോടായി, പിന്നെ അതിന് സാഷ്ടാംഗം വീണു. അവിടെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ വചന വെളിപ്പാടുകൾ നമുക്ക് നൽകുന്നതും. അതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം എന്താണോ അന്ത്യനാളിലാണ് അറിയിക്കുന്നത്. ആ സത്യമാണ് നാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാകുന്നു ഭക്ഷിക്കേണ്ടത്. ഇത് ഭക്ഷിച്ചിട്ട് പഴയതും ഇതും കൂടെ ഭക്ഷിച്ചാൽ ഇനി തെറ്റിക്കാനായി ഇനി നമ്മുടെ ബുദ്ധി തന്നെ ചിലപ്പോൾ നമ്മളെ ഉപദേശിക്കും. വലിയ പണ്ഡിതന്മാർ തന്നെ വരും. അപ്പോസ്തലർ 4:17-18 ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുതെന്ന് പറഞ്ഞാരാ? മഹാപണ്ഡിതന്മാർ. അവിടെ വായിച്ചു നോക്കൂ. അപ്പോസ്തലർ 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നു, അവര് മൂപ്പന്മാരും പഠനായകന്മാരും സദൂക്യരും, അതായത് തലനാരിഴ കീറി പഠിച്ചിരുന്ന, വേദഗ്രന്ഥം പഠിച്ചിരുന്ന ശാസ്ത്രിമാർ, അവർ തന്നെ വന്ന് പറയുന്നു, ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. യോഹന്നാനും പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്തവരും. അപ്പൊ എഴുത്തും വായനയും അറിയാത്ത അവർ പറയുന്നത്, ഉടൻ എന്ത് ചോദിച്ചു? ദൈവത്തെക്കാൾ അധികമായി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമോ എന്ന് വിധിപ്പിൻ. അങ്ങനെ അവർക്ക് ചോദിക്കാൻ ഒരു ധൈര്യമുണ്ടായി. നമുക്ക് ധൈര്യം ഉണ്ടാകുമോ? ഇന്നത്തെ ഡെയിലി മെന്നെ നോക്കൂ. യേശു ആദ്യം പറയുന്നത് എന്താ? നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രന്റെ നാമത്തിൽ നൽകും. ഇത് ഞാൻ സാദൃശ്യമായി സംസാരിച്ചിരിക്കുന്നു. അതായത് പുത്രന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കും. അപ്പൊ 2 വ്യക്തിയും തോന്നും. അടുത്ത യേശു പറയണേ, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക. അതെപ്പോഴും ഞാൻ പോയി പരിശുദ്ധാത്മാവായും മടങ്ങി വരുമ്പോൾ പുതിയ നിയമസഭയിൽ സ്പഷ്ടമായി അറിയിക്കുന്ന നാഴിക വരുന്നു. അതായത് പരിശുദ്ധാത്മാവ് ഒന്ന് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് ആര് പറയുന്ന? യേശു ജീവനോടെ ശരീരത്തിരിക്കുമ്പോൾ തന്നെ പറയുന്നത് ഞാൻ അറിയിക്കുമെന്ന. അതുപോലെ തന്നെ പറഞ്ഞു, ഞാൻ പോകുന്നു, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. വീണ്ടും കുറഞ്ഞു വന്നു കഴിഞ്ഞാലോ നിങ്ങളോ, അതായത് വിളിച്ചു വേർതിരിക്കപ്പെട്ട അപ്പോസ്തലന്മാര് പറയുന്നു, പരിശുദ്ധാത്മാവായി മടങ്ങി വരുമ്പോൾ നിങ്ങൾ എന്നെ കാണുമെന്ന് യേശു ശരീരത്തിൽ നിൽക്കുമ്പോൾ പറയാണ്. അത് കഴിയുമ്പോൾ പറയാണ്, എന്നാൽ വീണ്ടും കുറഞ്ഞു വന്നു കഴിഞ്ഞാലോ ലോകം കാണില്ല, നിങ്ങളോ എന്നെ കാണും, ഞാനോ ലോകാവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെ. എങ്ങനെ? ആത്മാവായി ശരീരത്തിൽ നിൽക്കുന്ന യേശു പറയാണ്, ഞാൻ പോകും,
അപ്പോൾ അവിടെ ഇവരെ കുറിച്ച് പറയുന്നത്, ഞാൻ കുറഞ്ഞു കഴിഞ്ഞ് ഞാൻ പോകും, നിങ്ങൾ കാണില്ല എന്നും പറയുന്നുണ്ട്. കാര്യം എന്താ? ശരീരത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾ എന്നെ കാണില്ല, ലോകവും കാണില്ല. എന്നാൽ ഞാൻ മടങ്ങി ആത്മാവായി വരുമ്പോൾ അപ്പോഴും ലോകം, ഈ സംഘടനാ സഭയാണ് ലോകം. നോക്കൂ, ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശു വിളിച്ച ശിഷ്യൻ ജനവിടെ ഏതെങ്കിലും വിശ്വാസത്തിൽ എവിടെയെങ്കിലും സഭയിൽ ഇരുന്നതാ? അവിടെ അതാ ലോകം. അവിടെ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ലോകം നമ്മളെ പകയ്ക്കുന്നത്. എന്നാൽ നമ്മൾ അവരുടെ ഇടയിൽ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. ഞാനോ നിങ്ങളെ ലോകത്ത് നിന്ന് തെരഞ്ഞെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്താക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ ഒരു വീടും ദൈവരാജ്യത്തിൽ പൗരത്വമുണ്ട്. അതാണ് പരിശുദ്ധാത്മ മുദ്ര. ഈ ലോകം കാണില്ല. ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് തിരികെ ഞാൻ തന്നെ വരുമെന്ന, ഞാൻ കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ഞാൻ പോയി മടങ്ങി വരും. ലോകം, ഈ സംഘടനാ സഭ വേറെ എന്ന് പറയുന്നത് കൊണ്ട് എന്നെ കാണുന്നില്ല. പക്ഷെ മുൻകുറിക്കപ്പെട്ടവരോട്, നിങ്ങളോ എന്നെ കാണുകയും ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുകയും ചെയ്യുന്ന യേശു ശരീരധാരിയായി നിന്നപ്പോൾ പറയുന്നതാ. ഇതൊക്കെ നമ്മൾ സംഘടനാ സഭയിൽ നമ്മൾ പഠിച്ചതല്ലേ? അവരാരെങ്കിലും പഠിപ്പിച്ചെന്നാ? ആരും പഠിപ്പിച്ചിട്ടില്ല. ശരിയായ വെളിപ്പാട് ദൈവം ഒരു വ്യക്തിയോട് പറഞ്ഞപ്പോൾ യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയുന്നു, ഞാൻ പോയി മടങ്ങി വരുമ്പോൾ ലോകം എന്നെ കാണില്ല, നിങ്ങൾ എന്നെ കാണും, ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും. ഇതാണ് കൊലോസ്യർ 1:27. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. യേശു തന്നെ ക്രിസ്തു. ക്രിസ്തു പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് ക്രിസ്തുവിന്റെ മുദ്ര എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നതാണ് ക്രിസ്തുവിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നത്.